ഹാരിസൺ പ്ലാന്റേഷൻ്റെ പ്രതിനിധിയായ ചെറിയാൻ എം ജോർജ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ചെറിയാൻ, വലിയ ദുരന്തമാണല്ലേ? വല്ലാത്ത അവസ്ഥയാണ് അവിടെ. ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാം ഇവിടെ ഇരുന്ന്. ഞങ്ങളുടെ സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിലെ മുണ്ടക്കൈ എന്ന് പറയുന്ന ഡിവിഷനിലാണ് ദുരന്തം ഉണ്ടായിരിക്കുന്നത്. 2019 മറ്റൊരു ഡിവിഷനായ പുത്തുമലയിൽ ഇതുപോലൊരു ദുരന്തം ഉണ്ടായിരുന്നു. അതിനെക്കാട്ടി ഭയങ്കരമാണ്. 2 സ്റ്റാഫും 8 തൊഴിലാളികളെയും മിസ്സിംഗ് ആണ്. ഏകദേശം 400 കുടുംബങ്ങളെ അഫക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മാനേജറുടെ അടുത്ത് നിന്ന് കിട്ടിയ വിവരം. ഏകദേശം 150-200ഓളം പേരെ ഇപ്പൊ താൽക്കാലികമായിട്ട് മാനേജറുടെ ക്വാർട്ടേഴ്സ് ആ ഭാഗങ്ങളിൽ കുടി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി NDRFും ഫയർ ആൻഡ് റെസ്ക്യൂവും എസ്റ്റേറ്റ് മാനേജ്മെന്റും ചേർന്ന് തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഇത് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ഭാഗത്ത് തീരെ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്താണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ അങ്ങോട്ടുള്ള ഒരേ ഒരു പാലം ഒലിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുസ്സഹമാണ്. മാനേജർ അവിടെ നിന്ന് NDRFുമായി യോജിച്ചുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തി വരുന്നു. മുഖ്യമന്ത്രിയും റവന്യൂ മിനിസ്റ്ററും നേരിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ട് വേണ്ട നേതൃത്വം നൽകുന്നതായി ഞങ്ങൾ ലഭിക്കുന്നത് അത് ആശ്വാസകരമാണ്. മൊത്തം എത്ര കുടുംബങ്ങൾ, എത്ര ആളുകൾ ഉണ്ടാകുമെന്ന്? ഒരു കുടുംബം ഞങ്ങൾക്ക് ആ എസ്റ്റേറ്റിൽ ഏകദേശം 500 തൊഴിലാളികൾ സ്ഥിരം ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനമാണ്. അതിൽ 200 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടല്ലേ? 200 പേരോളം. അത് തൊഴിലാളികളും അതുപോലെ തന്നെ നാട്ടുകാരും അവിടെ ഇപ്പോൾ നമ്മളുടെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തുണ്ട്. മറ്റു പലരെയും ഇതിനു മുമ്പ് തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു. മെനിഞ്ഞാന്നും ഇന്നലെയായിട്ട് മാറ്റി പാർപ്പിച്ചിരുന്നു. കൃത്യമായിട്ടൊരു എണ്ണം ഇപ്പോൾ നിലവിൽ കയ്യിലില്ല. അതീവ ദുഷ്കരമാണ്. കാരണം അങ്ങോട്ടൊക്കെ എത്തിപ്പെടുക എന്ന് പറയുന്നതിന്റെ പ്രശ്നമുണ്ടല്ലേ? തീർച്ചയായിട്ടും അവിടെ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അവിടെ കമ്മ്യൂണിക്കേഷൻ, പവർ സപ്ലൈ ഡിസ്റപ്റ്റഡ് ആണ്. ഇപ്പൊ ഫോൺ കൂടെ മാത്രമാണ് ബന്ധം. പക്ഷേ സിറ്റുവേഷൻ ഇപ്പോൾ നിലവിൽ ഇനി മഴ തുടർന്നില്ലെങ്കിൽ കൺട്രോളിലാക്കാം. എന്നാലും ഡിസാസ്റ്റർ വളരെ ഭീകരമാണ്. ഇപ്പോഴും മഴ തുടരുകയാണ് അവിടെ അല്ലേ? അതെ, ചാറ്റൽ മഴ തുടരുകയാണ്. ശക്തമായ മഴയില്ലെന്ന് മാത്രം. പക്ഷെ മഴ വനം മേഖലയിൽ മഴ തുടരുകയാണ്. വീണ്ടും ഉരുൾപൊട്ടലിനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള മുന്നറിയിപ്പ്. അതെ, അപ്പോൾ ആളുകളെ തീർച്ചയായിട്ടും മാറ്റുന്നുണ്ട്. അവര് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ശരി സർ. അദ്ദേഹം ചെറിയാനം ജോർജ് ആണ്, ഹാരിസൺ പ്ലാന്റേഷന്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ ആ ലേറ്റിലാണ്, ആ തോട്ടത്തിലൊക്കെയാണ് ഈ വലിയ ദുരന്തം, ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വലിയ പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാര്യം അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വയനാട് MP രാഹുൽ ഗാന്ധി ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ ദുരന്തത്തിൽ തൻ്റെ വിഷമം അറിയിച്ചുകൊണ്ടുള്ള ട്വീറ്റ് അല്പസമയം മുമ്പാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കേരള ചീഫ് മിനിസ്റ്ററുമായും വയനാട് ഡിസ്ട്രിക്ട് കളക്ടറുമായും സംസാരിച്ചിരുന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. റെസ്ക്യൂ ഓപ്പറേഷൻ കാര്യമായി പുരോഗമിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും തരത്തിലുള്ള കേന്ദ്ര സഹായത്തിനായുള്ള ശ്രമങ്ങളും താൻ തുടരുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പം അവിടെ രക്ഷാപ്രവർത്തനത്തിന് UDF പ്രവർത്തകർ ഇറങ്ങണം എന്നുള്ള മാർഗനിർദ്ദേശം എന്നുള്ള ആഹ്വാനവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ജനപ്രതിനിധികളുടെ, രക്ഷാപ്രവർത്തകരുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ട് എങ്കിൽ പോലും അസാധ്യമായ പല കാര്യങ്ങളുമുണ്ട്. ഒരു മറുഭാഗത്തേക്ക് എത്തുക എന്നുള്ളത്, അത് പ്രകൃതി ആ പാലത്തെ പൂർണ്ണമായും തകർത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മറുവശത്തേക്ക് എത്തുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഏതായാലും അതീവ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലുകൂടി വയനാട് കടന്നു പോകുന്നു. അതീവ ഗൗരവതരമാണ്, വിഷമതരമായ സാഹചര്യമാണ്. ഒരുപാട് മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകി നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് താഴെ മലപ്പുറത്തേക്കാണ് വരുന്നത്. മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും തുടരുകയാണ്. പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ അറിയുന്നു. മേപ്പാടിയും മുണ്ടക്കൈയും ചൂരൽമലയും ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു എന്നാണ് വിവരം. ചൂരൽമല മുണ്ടക്കൈ റോഡ് ഏതാണ്ട് പൂർണ്ണമായും ഒലിച്ചുപോയി. ചൂരൽമല പാലവും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയിട്ടുണ്ട്. ആളുകളെ ഒറ്റപ്പെട്ട പല സ്ഥലങ്ങളിലേക്കും, ആളുകൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പല സ്ഥലങ്ങളിലേക്കും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. നാട്ടുകാരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് എങ്കിൽ പോലും അതും പ്രശ്നമാണ്. വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി എന്നാണ് രാവിലെ മുതൽ തന്നെ ലഭിക്കുന്ന വിവരം. നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വയനാട് മാറുന്നു എന്നുള്ളത് അതീവ നിർഭാഗ്യകരമാണ്. വല്ലാത്ത ഒരു ദുരന്ത മുഖത്താണ് വയനാട് എന്നതും അതീവ നിർഭാഗ്യകരമായ കാര്യമാണ്.
നേരത്തെ പുത്തുമലയിലുണ്ടായ ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് മാറാത്ത ഒരു ജില്ല കൂടിയായിരുന്നു വയനാട്. ഇതിനിടയിലാണ് വീണ്ടും അതിലും വലിയ ഒരു ദുരന്തം. ഇപ്പോൾ സംസാരിച്ച പല ആളുകളും ജനപ്രതിനിധികളും അടക്കം പറയുന്നത് പുത്തുമലയേക്കാൾ എത്രയോ ഇരട്ടി വലിയൊരു ദുരന്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം താരതമ്യേന അപകടം കുറഞ്ഞ സ്ഥലമെന്നു കരുതിയിരുന്നിടത്താണ് ഈ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നുള്ളതാണ് ഇതിൻ്റെ ദുരന്തത്തിൻ്റെ ഗൗരവം വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. കാരണം ഇപ്പോൾ നേരത്തെ ഹാരിസൺ പ്ലാന്റേഷൻസിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ താരതമ്യേന സുരക്ഷിതം എന്നു കരുതിയിരുന്ന ഒരു പ്രദേശമായിരുന്നു അവിടെ. പക്ഷെ അവിടെ പോലും ഇത്ര വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് പറയുന്നത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വയനാടിൻ്റെ കേരളത്തിൻ്റെ മിക്ക മേഖലകളും സുരക്ഷിതമല്ല, ഏത് ദുരന്തവും ഏത് നിമിഷവും സംഭവിക്കാം എന്ന തരത്തിലാണ് കാര്യങ്ങൾ എന്നുള്ളത് നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്നായി മാറുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ ആവശ്യം അവിടെയുണ്ട്. NDRF സംഘമടക്കം അവിടെ വന്നിട്ട് എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അവർക്കൊക്കെ പല പരിമിതികൾ ഇതുമായി ബന്ധപ്പെട്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പരിമിതികൾ ഒന്ന് എന്ന് പറയുന്നത് ഇതാണ്, ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാങ്കേതികമായ പ്രശ്നം.